ഹലോ ഗായ്സ്. അപ്പോൾ മല്ലു പുള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ 5 വർഷത്തെ ട്രേഡിംഗ് ജേണിയാണ്. എല്ലാവരും പറയുന്നത് പോലെ ഉള്ള ജേണി അല്ല എൻ്റെത്. ഞാൻ എപ്പോഴും സ്റ്റിൽ എൻ്റെ ലോസ് ഞാൻ റിക്കവർ ചെയ്തിട്ടില്ല. ബ്രേക്ക് ഈവൻ പോലും ആയിട്ടില്ല. ഞാൻ എൻ്റെ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസും ഷെയർ ചെയ്യുന്നതാണ്. ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് ബിഗിനർ അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് വന്നിട്ടുള്ള 18 വയസ്സ് തൊട്ട് എനിക്ക് തോന്നുന്നു കോളേജ് കഴിയുമ്പോഴായിരിക്കും മിക്ക പേരും ഈ ട്രേഡിങ് ഈസി മണിയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ മാർക്കറ്റിലോട്ട് വരുന്നതും ട്രാപ്പ് ആവുന്നതും വലിയൊരു കടക്കണിയിൽ പെട്ടിട്ടുള്ള ഇഷ്ടം പോലെ പേരെ അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. എനിക്ക് എന്തായാലും ഞാനിത് ഷെയർ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രാപ്പ് ആയതുപോലെ വേറൊരാളെ ഇങ്ങനെ ട്രാപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഞാൻ ചെറിയൊരു ഇൻട്രോ തരാം. ഞാൻ എങ്ങനെ മാർക്കറ്റിൽ വന്നു എന്ന്. ഞാൻ കൊറോണ ടൈമിലായിരുന്നു ഞാൻ ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നിനും പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ലോഡിങ് ആൻഡ് അൺലോഡിങ് സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 15,000 രൂപ ആയിരുന്നു എൻ്റെ സാലറി വരുന്നത്. അപ്പോൾ 15,000 രൂപയിൽ വീട്ടു ചിലവും വീട്ടിൽ കൊടുക്കുന്നതും ബാക്കിയുള്ള ചിലവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 1,000-2,000 രൂപ മിച്ചം വരും എല്ലാ മന്തും. ഡ്രസ്സ് വാങ്ങാനുള്ള എമൗണ്ടാണ് അതൊക്കെ. പക്ഷേ ഞാൻ ആ എമൗണ്ട് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ആദ്യം മാർക്കറ്റിലോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം കുറേ നാൾ ഇങ്ങനെ വീഡിയോസ് എല്ലാവരും ഇടുന്ന വീഡിയോസും എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ഫസ്റ്റ് ഇതിലോട്ട് ഇറങ്ങി തിരിക്കേണ്ട മെയിൻ കാരണം ഒരു പുള്ളി ഒരു 27 ലക്ഷം രൂപയുടെ ഒരു ട്രേഡ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു 1 സിംഗിൾ ഡേയിൽ ഓപ്ഷൻ ബൈയിങ് സെല്ലിങ്ങിൽ. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇത്രയും എമൗണ്ട് എങ്ങനെ ഉണ്ടാക്കി എന്നറിയാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങിയതും സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയതും എല്ലാം ഇറങ്ങി തിരിച്ചതും. അപ്പോൾ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു മലയാളത്തിൽ. ഇപ്പോൾ പുള്ളിക്കാരന് 30,000-30,000 കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ ആയിരുന്നു കൂടുതലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ ഒരു ലൈവ് ട്രേഡറും കൂടെയാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോയും ഞാൻ കുറേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ സജഷനായിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ലെങ്ത് കുറച്ച് വീഡിയോ ചെയ്യാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറേ സജഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതിനുശേഷം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. പുള്ളിക്കാരനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഞാൻ ഇറങ്ങി തിരിക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഞാൻ 15,000 രൂപ വെച്ചാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻവെസ്റ്റ് പോലും ചെയ്യാണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ട്രേഡിംഗ് ആയിരുന്നു സ്ട്രൈറ്റ് അവേ. ഫസ്റ്റത്തെ എൻ്റെ ബ്രോക്കർ എനിക്ക് തോന്നുന്നു പേടിഎം മണിയാണെന്ന് തോന്നുന്നു. പിന്നെ സെറോദ, ഗ്രോ, അങ്ങനെ 4-5 ഏഞ്ചൽ വൺ, അങ്ങനെ കുറേ ഇതിലെനിക്ക് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനാണ് ഈ അക്കൗണ്ട്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഓരോ ട്രേഡിങ്ങിനെ ചെയ്യാൻ തുടങ്ങി. ഞാൻ പാടുപെട്ട് ഉണ്ടാക്കിയിരുന്ന പൈസയെല്ലാം ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇതിൽ ട്രേഡിങ്ങിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. അങ്ങനെയാണ് ഞാൻ ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസി മണിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ടഡ് വിത്ത് ഹൈ ഹോപ്സ്. ഞാൻ വളരെ വലിയൊരു ഹോപ്പോടുകൂടിയാണ് ഇറങ്ങി തിരിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രോഫിറ്റ് ഡബിൾ ആക്കാം, എനിക്ക് ട്രിപ്പിൾ ആക്കാം, എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ ഫുൾ വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങി തിരിച്ചത്. ഈ വീഡിയോ കാണുന്ന പലരും ബിഗിനർ ആണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഇറങ്ങി തിരിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സിമ്പിൾ അല്ലേ, ചാർട്ട് എല്ലാവരും റീഡ് ചെയ്യുന്നു, ഒന്നില്ല അപ്പ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺ ഡയറക്ഷൻ, ഇതിലേതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്താൽ പോരെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂലേ, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, എല്ലാവരും ചെയ്യുന്നതിൽ, അപ്പോൾ പിന്നെ നമുക്കും പറ്റും എന്നുള്ള രീതിയിലാണ് ഞാനും ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്.
എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എനിക്ക് പ്രോപ്പർ നോളജ് ഇല്ലായിരുന്നു. പ്രോപ്പർ നോളജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും, ഇപ്പോൾ ബിഗിനർ ലെവലാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ മേളിൽ പോകും, അല്ലെങ്കിൽ താഴെ പോകും, അല്ലെങ്കിൽ ഈ യൂട്യൂബർ പറയുന്ന പോലെ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അപ്വേർഡ് ഡയറക്ഷൻ ആണോ ഡൗൺ സൈഡ് ആണോ നമുക്കറിയാൻ പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് എടുത്താൽ നമ്മൾ എന്തായാലും പ്രോഫിറ്റിലായിരിക്കും. ഇതൊക്കെയായിരിക്കും നമ്മുടെ ചിന്ത വരുന്നത്. നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് മണി, അതായത് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് എമൗണ്ട് കിട്ടണം, എല്ലാ ദിവസവും നമ്മൾ ജയിക്കണം. ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എടുക്കുന്ന ഏത് ട്രേഡാണെങ്കിലും 100% റിസൾട്ട്, അതായത് ഞാൻ പ്രോഫിറ്റിലേ ഇറങ്ങൂ എന്നുള്ള വളരെ വലിയൊരു വൃത്തികെട്ട ഒരു മനോഭാവമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എല്ലാ ട്രേഡേഴ്സും ബിഗിനർ ലെവലിൽ ഇങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി, അത് വളരെ ഈ ട്രേഡിങ് കരിയറിൽ, എൻ്റെ ട്രേഡിങ് കരിയർ ഇങ്ങനെ ആവാനുള്ള മെയിൻ റീസൺ ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി. ഇന്നത്തെ നമ്മളാരും ദൈവമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ഡയറക്ഷൻ ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. നമ്മൾ തെറ്റ് പറ്റുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് തെറ്റ് പറ്റി, അപ്പോൾ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, മാർക്കറ്റ് നാളെ ഉണ്ട്, നാളെ നോക്കാം എന്ന് കരുതുന്നവർ മാത്രം, ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളവർ മാത്രമേ ട്രേഡിങ് കരിയറിൽ പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ. ഈ എല്ലാ ഡെറിവേറ്റീവ്സിലും ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ബ്രോക്കർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കോഷൻ കാണിക്കുന്നുണ്ട്, 9 out of 10 ട്രേഡേഴ്സ് ആർ ഇൻ ലോസ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും കാണിക്കുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്. 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ മാത്രമേ പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, എനിക്കറിയാം, എല്ലാവരും ഒരു ആവറേജ് സ്റ്റഡി ഉള്ളവരായിരിക്കും. കാരണം പഠിപ്പുള്ളവർ എന്തായാലും നല്ല അത്യാവശ്യം ജോലിയെടുത്ത് അവർക്ക് ഈ ട്രേഡിങ്ങിൻ്റെ പുറകെ നടക്കാനുള്ള വളരെ കുറവാണ്. അവർക്കൊരു കരിയർ വൈസ് ഒരു ചിന്തയുണ്ട്, അവർക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, എല്ലാവരും ആ ഒരു രീതിയിൽ പോവും. നമ്മളെ പോലുള്ള മിക്കവരും ഈ ട്രേഡിങ് കരിയറിലോട്ട് ഇറങ്ങുന്നത് മിഡിൽ ക്ലാസ്സേഴ്സും ലോവർ ക്ലാസ്സേഴ്സിലുള്ളവരായിരിക്കും. കുറച്ച് അത്യാവശ്യം പൈസ ഉള്ള എല്ലാവർക്കും അറിയാം ഇതെന്താണ്, എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് അവർക്കറിയാം. അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും കുറേ പേര് കാണും. അപ്പോൾ ഈ പെട്ടുപോകുന്നത് മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരുമാണ് എപ്പോഴും ഇതിന് ഇരകളാവുന്നത്. ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി പൈസ അത്രയും പോകുന്നത് അവരാണ്. അത് റിക്കവർ ചെയ്യാൻ പറ്റാണ്ട് കുറേ ലക്ഷം കടങ്ങളായിട്ട് ഇരിക്കുന്ന കുറേ പേര് എനിക്കറിയാം. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു ലോങ് ആയിരിക്കും, കാണാൻ പറ്റുന്നവർ കാണുക. അപ്പോൾ ഞാൻ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന പോലെയായിരുന്നു ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ട്രേഡ് എടുക്കും, ആ ലോസ് റിക്കവർ ചെയ്യാൻ വീണ്ടും ഒരു ട്രേഡ് എടുക്കും, അങ്ങനെ ഫുൾ ട്രേഡ് എടുത്ത് ഫുൾ ലോസിലോട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, ബ്ലൈൻഡ്ലി ഫോളോവിങ് അതേ സ്റ്റെപ്പ്. ഇത് വളരെ കീ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയും വിശ്വസിക്കരുത്. എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത്. യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർ ഇടുന്ന വീഡിയോയ്ക്ക് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ആ പൈസ ഇപ്പോൾ അവർ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് അവർക്ക് മണി കിട്ടുന്നുണ്ടാവും. അവർ നമ്മളെ യൂസ് ചെയ്താണ് അവരും ജീവിക്കുന്നത്. നമ്മളെ പൊട്ടന്മാരാക്കിയിട്ടാണ് അവരും എന്തായാലും ജീവിക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും അവരുടെ സെറ്റപ്പും കാര്യങ്ങളും അവർക്കൊരു വിശ്വാസം കാണും. മീൻസ് അവരൊരു പ്രോപ്പർ സെറ്റപ്പിലായിരിക്കും അവർ പോകുന്നത്. ആ ഒരു സെറ്റപ്പിൽ നിന്ന് അവർക്കൊരു പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ആ സെയിം സെറ്റപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. അത് അവരുടെ വ്യൂ ആണ്. അവർ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യുന്നു, അവരെങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ വ്യൂ ആണ്. ചിലവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1:1 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ചില നല്ല കുറച്ച് വലിയ എമൗണ്ട് ഉള്ളവർ ചെയ്യുന്നത്. അതായത് ഒരു 2 ലക്ഷം ലോസ് ആവുകയാണെങ്കിൽ 2 ലക്ഷം പ്രോഫിറ്റ്, അങ്ങനെയുള്ള രീതിയിലാണ് മിക്ക കുറച്ച് ഹയർ പ്രൊഫൈലിലുള്ളവർ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രേഡിങ് ആക്യുറസി കൂടുതലായിരിക്കും. അവർക്ക് ഇപ്പം 100 പോയിന്റ് ഡൗൺ ആണെങ്കിൽ ഓക്കെ പോട്ടെ എന്ന് വെച്ച് അവർ ഇറങ്ങും. 100 പോയിന്റ് കൂടുതൽ കിട്ടണമെങ്കിൽ അവർ അത് പ്രോഫിറ്റ് വാങ്ങിച്ച് അവർ പോകും. അവർക്ക് ആ ഒരു റിസ്ക്, അതൊരു 10 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 7 ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കും. 7 അല്ലെങ്കിൽ 6, അതായത് 60% അല്ലെങ്കിൽ 70% അവരെപ്പോഴും
വിന്നായിരിക്കും ചെയ്യുന്നത്. ഓൺലി 3 or 4 ട്രേഡായിരിക്കും ലോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലോസ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഒരിക്കലും അവർ ലോസിലോട്ട് വരത്തില്ല. ഓവറോൾ അവർക്ക് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും അവർക്ക് കാണുന്നത്. അപ്പോൾ നമ്മളെ നോക്കുമ്പോഴത്തേനും ഈ 2 ലക്ഷം 3 ലക്ഷം അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മളും ട്രേഡ് എടുത്തത് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ നമ്മളെ ട്രേഡ് എടുക്കുമ്പോഴാണ് നമ്മൾ മുഞ്ചിത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനും ഫസ്റ്റ് ഇതേപോലെ ആയിരുന്നു. ഞാൻ ഒരു 50,000 രൂപയ്ക്ക് ഫുള്ള് ട്രേഡ് എടുത്തപ്പോഴത്തേനും ആദ്യം എനിക്ക് ലോസ് അടിച്ചു. പിന്നെ എനിക്ക് ആ ലോസ് റിക്കവറായി. പിന്നെ അതിനുശേഷം ആ കുറച്ചുകൂടെ എമൗണ്ട് കിട്ടും എന്ന് കരുതി പിന്നെ ഇട്ടു. അങ്ങനെ പിന്നെ ലോസായി. ലോസ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റിവെഞ്ച് ട്രേഡിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓവർ ട്രേഡിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ട്രേഡിങ് അത് അവോയ്ഡ് ചെയ്യാനാണ് ഭയങ്കര പാട്. നമ്മുടെ എല്ലാവരുടെയും മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് റിക്കവർ ആവണം, നമുക്ക് പ്രോഫിറ്റബിൾ ആവണം, പെട്ടെന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ആവാനുള്ള മെൻറ്റാലിറ്റിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1 month നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം എന്നിങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ ഒരു 40,000 എമൗണ്ട് ആണെങ്കിൽ 40,000-ന് ഒരു 20 ട്രേഡിൽ 40,000 കിട്ടണമെങ്കിൽ എത്ര വേണമെന്ന് നോക്കുമ്പോഴത്തേനും 4,000 വെറും 4,000 വെച്ച് 10 ട്രേഡ് ജയിച്ചാൽ 40,000 ആയി. വെറും 10 ട്രേഡ് മാത്രം 4,000 വെച്ച് ജയിച്ചു കഴിഞ്ഞാൽ 40,000. അതായത് നിങ്ങൾ എത്ര 10 ട്രേഡ് മാത്രം ജയിച്ചാൽ മതി. പക്ഷേ ആ ജയിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പൊസിഷൻ സൈസിങ്ങും അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ അതൊക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇതിലോട്ട് പറയുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ ട്രേഡിംഗ് കരിയറിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാനിത് ഫുള്ള് കീ മിസ്റ്റേക്സ് ഫുള്ള് ഞാനിത് എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ച കുറേ പാഠങ്ങളായിരുന്നു. നമ്മളെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈസി മണി അല്ല. നമ്മുടെ എക്സ്പീരിയൻസ് വളരെ മാറ്റർ ചെയ്യും. നമ്മൾ വിചാരിക്കും ഈ പാറ്റേൺ ഇങ്ങനെയാണ്. പിന്നെ നമ്മളെ ഇമോഷൻസ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ഒരു ട്രേഡർ ആവാൻ പറ്റത്തില്ല. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ അല്ല. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ലോസിലാണ്. നിങ്ങൾ ഏതൊരു യൂട്യൂബ് ചാനലെടുത്ത് നോക്കിയാൽ അതിൽ സക്സസ് സ്റ്റോറി മാത്രമേ കാണിക്കത്തുള്ളൂ. തോറ്റൻ്റെ ജീവചരിത്രമൊന്നും ആരും ഇങ്ങനെ കാണിക്കത്തില്ല. സത്യം പറഞ്ഞാൽ തോറ്റവൻ്റെതാണ് കൂടുതൽ പഠിക്കാനുള്ളത്. അവൻ എങ്ങനെ തോറ്റു എന്ന് അറിയാൻ പറ്റും. ജയിച്ചവരെ എപ്പോഴും അവർ എങ്ങനെ ജയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ തോറ്റവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു തോൽവിയിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സെയിം മിസ്റ്റേക്സ് നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറ്റി ചിന്തിക്കാവുന്നതാണ്. എന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേഷ്യൻസ് കുറച്ച് ഓവർ ആവാനും പാടില്ല. ഇതിൽ ടൈം ഡിക്കെ എന്ന് പറഞ്ഞൊക്കെ സാധനമുണ്ട്. ഞാൻ ഈ ഓപ്ഷൻസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇക്വിറ്റി ട്രേഡിങ്ങിൻ്റെ കാര്യമല്ല. റിസ്ക് മാനേജ്മെൻറ്റ് റൂൾസ് എപ്പോഴും നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി പഠിക്കണം. ഇല്ലാത്തവർ ഒരിക്കലും ട്രേഡർ ആവത്തില്ല. പിന്നെ ബിഗിനേഴ്സിനുള്ള അഡ്വൈസ് ഞാൻ തരുന്നതാണ്. നിങ്ങൾ സ്ട്രെയിറ്റ് അവേ ഓപ്ഷൻസിൽ ഒരിക്കലും വരരുത്. ഒരിക്കലും വരരുത്. നിങ്ങൾ ഈ അടുത്തൂടെ പോകരുത്. എല്ലാവരും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെംപ്റ്റേഷനാണ്, പക്ഷേ വരരുത്. അതിന് പറയാനുള്ള കാരണം, നിങ്ങൾ ഫസ്റ്റ് വേണമെങ്കിൽ സ്വിംഗ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്വിംഗ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്ത്, അതായത് ഒരു ലോങ് ടൈമിൽ ഒരു 1 month നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഫസ്റ്റ് അതിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ വിചാരിക്കും പോലെ ഈസി മണി ഒരിക്കലും കിട്ടത്തില്ല. അതൊക്കെ തുടങ്ങിയാൽ പിന്നെ സ്റ്റോപ്പ് ലോസും റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ് ഇത് ഇത്രയും നല്ല രീതിയിൽ പഠിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. പിന്നെ ഇമോഷണൽ, നമ്മൾ മെൻ്റലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ലോസ് ട്രേഡ് ചെയ്ത് കുറേ മാർക്കറ്റ് ഉണ്ട്. കുറേ പേര് അവരുടെ ട്രേഡിങ് ലോസ് അവരിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ അവരുടെ മിസ്റ്റേക്സ് നമുക്ക് കുറേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസസ് ആർ പാർട്ട് ഓഫ് ദിസ് ഗെയിം. ലോസ് നന്നായിട്ട് വരും.
അപ്പോൾ ബിഗിനേഴ്സ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കാണിച്ചു തരാം. ഞാനത് പറയാനുള്ള കാര്യം കാണിച്ചു തരാം. ഞാൻ ഇനി എൻ്റെ ഞാൻ എൻ്റെ പ്രോഫിറ്റും എനിക്ക് എത്ര ലോസാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ട്രേഡിംഗ് കരിയറിൽ 5 വർഷത്തെ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ എൻ്റെ കണക്കുള്ള മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ചെയ്യാതിരിക്കുക. പിന്നെ ഇമോഷണലി നമുക്ക് ഒരിക്കലും സ്റ്റേബിൾ ആവാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ട്രേഡിംഗ് ചൂസ് ചെയ്യരുത്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ 5 വർഷത്തെ കരിയറിലെ ലോസ് എന്ന് പറയുന്നത്. 65,000, 65,000 രൂപ. ഞാൻ കുറച്ച് ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്കിപ്പോൾ 1.5-2 ലക്ഷം രൂപ അടുപ്പിച്ച് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുമായിരുന്നു. അത് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് എൻ്റെ ട്രേഡിംഗ് വ്യൂവിലെ ഈ ചാർട്ട്സ് കാണുമ്പോൾ അറിയാം, ഞാനിത് കുറേ 5 വർഷം മുമ്പുള്ള കുറേ മാർക്ക് ചെയ്തിട്ടുള്ള ചാർട്ട്സാണ് ഇതൊക്കെ മിക്കതും. റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ള കുറച്ചുണ്ട്. ഞാൻ എന്തായാലും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയർടെലിൻ്റെയൊക്കെ സമയത്ത്, എയർടെൽ 700-800 ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ട്രേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തായിരുന്നു ഞാൻ ട്രേഡിംഗ് കരിയറൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചുമ്മാ വെറുതെ ട്രേഡ് ചെയ്ത് സമയം കളഞ്ഞത്. ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ 494, ഈ സമയത്തൊക്കെ ഞാൻ ചുമ്മാ വെറുതെ ട്രേഡ് ചെയ്ത് കുറേ സമയം കളഞ്ഞു. ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു 10 സ്റ്റോക്ക് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര, 5x4, 4 ഇരട്ടി. 4,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 16,000 രൂപ എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നേനെ. 16,000 രൂപ. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗോളെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ലോങ്ങിലേക്ക് വേണ്ടിയാണ് നോക്കിയിരിക്കാൻ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഞാൻ എപ്പോഴും ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ഫുള്ള് ലോസ് ആയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 65,000 രൂപ ഞാൻ ആ സമയത്ത് ഇൻവെസ്റ്റ് ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏകദേശം 2 ലക്ഷം അടുപ്പിച്ച് ഉണ്ടായിരുന്നേനെ. ഞാൻ ഈ സ്റ്റോക്സ് എല്ലാം ഞാൻ ആഡ് ചെയ്തിരുന്നത് 4-5 വർഷം മുമ്പാണ്. ഞാൻ ട്രേഡ് ചെയ്തിരുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ എൻ്റെ കുറേ ട്രേഡിങ് പരിപാടീസ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ സമയത്തൊക്കെ ഞാൻ ചുമ്മാ ഈ മാർക്കൊക്കെ ഇട്ടിരിക്കുന്നത് ചുമ്മാ ട്രേഡ് ചെയ്ത് ഞാൻ കുറേ ഇക്വിറ്റിയിലും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉള്ള മാർക്കാണിത്. ലൂപ്പിൻ അതേപോലെ തന്നെയായിരുന്നു. ലൂപ്പിന് ഞാൻ ഇവിടെ വെച്ചാണ് ഞാൻ ട്രേഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്, ഈ ഒരു 700 പോയിന്റിലൊക്കെ. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് 200, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. 200 ഇന്ന് പെട്ടെന്നൊരു ജമ്പായിരുന്നു ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നേരെ ഇപ്പോൾ 1000 അടുപ്പിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഭാരതി, നമ്മുടെ എയർടെലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ജിൻഡാൽ, അതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ മാർക്കാണ്. 475 ഞാൻ ഈ സമയത്തൊക്കെ ഞാൻ ട്രേഡ് എടുത്ത് വെറുതെ പൈസ കളഞ്ഞു. ആക്സിസ് ബാങ്കിലും എല്ലായിടത്തും ഇത് ഞാൻ എൻ്റെ പ്രോഫിറ്റ് എന്തോ മാർക്ക് ചെയ്തതാണ്. ഇതൊക്കെ ഈ സമയത്തൊക്കെ ഞാൻ ചുമ്മാ ട്രേഡ് ചെയ്ത് സമയം കളഞ്ഞു. ICICI ബാങ്ക് 700 ഞാൻ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മാർക്ക് കാണിക്കുന്നത്. ചെറിയ ടൈം ഫ്രെയിം ആണെങ്കിൽ അറിയാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെ. പിന്നെ UPL പക്ഷേ എനിക്ക് വലിയ ഇതില്ലായിരുന്നു. കറക്റ്റ് 470 ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇപ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് UPL ഇല്ല. പിന്നെ അങ്ങനെ എല്ലാത്തിൽ നിന്നും ഭയങ്കരമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്വിംഗ് ട്രേഡെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ചാർട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ട്രേഡ് എടുക്കുക, മീൻസ് ഇൻവെസ്റ്റ് ചെയ്യുക.
എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു 1 മന്ത് 2 മന്ത് ഗ്യാപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുക. പ്രോഫിറ്റ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ആ സമയത്ത് കൂടുതൽ പഠിക്കുക, കൂടുതൽ ബുക്ക് വായിക്കുക. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള കുറേ ട്രേഡേഴ്സ് നല്ല കുറേ കോഴ്സസ് ഇങ്ങനെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇരുന്ന് കാണുക. അങ്ങനെയൊക്കെ കുറേ അറിവ് സമ്പാദിക്കുക. എന്നിട്ട് ട്രേഡിങ്ങിലോട്ട് ഇറങ്ങി തിരിച്ചാൽ മതി. അല്ലെങ്കിൽ ആദ്യമേ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതുപോലെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുക. ഒരു ഇതിപ്പം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി. ഈ 65,000 ലോസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. സാധാരണ എല്ലാവർക്കും ഇതിൽ നിന്നും കൂടുതൽ ലോസൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ 65,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിക്കവർ ചെയ്തിട്ടാണ് ഈ 65,000-ത്തിലാക്കി വെച്ചത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ റിക്കവറി ഇല്ലായിരുന്നെങ്കിൽ നല്ല ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 1-2 ലക്ഷം രൂപ അടുപ്പിച്ച് ലോസ് വരേണ്ടതാണ്. ഇങ്ങനെയൊക്കെ റിക്കവറായി ഇതുവരെ എത്തിയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ ലോസിങ് സ്ട്രീക്കിലോട്ടാണ് എപ്പോഴും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ട്രേഡിങ് റെസ്യൂം ചെയ്തത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇത്രയും ലോസ് ഞാൻ ഏറ്റുവാങ്ങിച്ചിട്ടുള്ള ഒരു ട്രേഡർ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ലോസ് എത്രത്തോളമാണെന്ന്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടെങ്കിലും ഫസ്റ്റ് സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ. ഞാൻ വലിയൊരു ട്രേഡറും ഭയങ്കര വലിയ നോളജുള്ള ഒരു വ്യക്തിയും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ നിങ്ങളെപ്പോലെ കുറേ മിസ്റ്റേക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫസ്റ്റ് സ്വിംഗ് ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലോട്ട് ട്രേഡിങ് കരിയറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവൂ. സ്റ്റിൽ ഞാൻ കരിയറായിട്ട് എടുക്കുന്നില്ല. ജസ്റ്റ് ഞാനെപ്പോഴും സ്റ്റിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചാർട്ട്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററിലും ഒരിക്കലും 100% വർക്ക് ചെയ്യത്തില്ല. ആരൊക്കെ 100% എന്ന് പറഞ്ഞാലും ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. അതിന് വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ മാത്രമല്ല, റീറ്റെയിലേഴ്സ് മാത്രമല്ല, അവിടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമുണ്ട്. അവർ കൺട്രോൾ ചെയ്യും. അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടൊരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ സെയിം പാറ്റേണിൽ പിന്നെ വരികയാണെങ്കിൽ ഓക്കെ ഇത് അപ്വേഡ് ആയിരിക്കും എന്ന് അവർ വിചാരിക്കും. പക്ഷേ ഈ ഓപ്പറേറ്റേഴ്സ് അത് നേരെ തിരിച്ചാക്കും. അവർ ഒരു ഹ്യൂജ് എമൗണ്ട് സെൽ അല്ലെങ്കിൽ ഇത് ചെയ്യും, ബൈ ചെയ്യും, മൊമെൻറ്റം മാറും, നമ്മൾ വിചാരിക്കുന്ന ട്രേഡ് കിട്ടത്തില്ല, ലോസ് എടുക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ മാത്രമല്ല ട്രേഡിങ്ങിൽ ഇറങ്ങുന്നത്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ട്രേഡിങ്ങിൽ ആദ്യമേ എടുത്ത് ചാടാതിരിക്കുക, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. എന്തായാലും നമുക്കിനിയും കാണാം. എൻ്റെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കുറച്ച് ലോങ് വീഡിയോ ആണ്. പറ്റുന്നുള്ളവർ കണ്ടിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.